കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്നലെ രണ്ട് പദങ്ങളെ പറ്റിയാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ബൈബിളിലുമുണ്ട്. പൊതുവായി നമ്മൾ നാളുകളായി ഉപയോഗിച്ചുകൊണ്ട് വരുന്ന രണ്ട് പദങ്ങൾ. ഒന്ന് തലമുറകൾ, രണ്ട് ഭവനം. ഭവനം. അപ്പോൾ തലമുറകൾ എന്നൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ബൈബിളിലും അത് സർവ്വസാധാരണമായി കാണും. അപ്പോൾ ഇന്ന് നമ്മൾ ആ രണ്ട് പദങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ തെറ്റുകൂടാതെ എങ്ങനെ അത് പറയാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതെങ്ങനെ ഉച്ചരിക്കണം, അതിനെപ്പറ്റിയാണ് നമ്മളിത് പഠിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ യഥാർത്ഥമായ അർത്ഥം അന്വേഷിച്ചവരോട് ചോദിച്ചാൽ ചിലർ അതിന് കറക്റ്റ് ആൻസർ പറയും. ചിലർക്ക് ഒത്തിരി ഉറപ്പില്ലാത്തതുകൊണ്ട് അവർ അവിടുന്ന് നമുക്ക് ശരിക്കും ഉത്തരം ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ നിഘണ്ടുക്കളും അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ചില സാഹിത്യങ്ങൾ, പുസ്തകങ്ങൾ, പിന്നെ അറിവുള്ള അധ്യാപകർ അങ്ങനെയുള്ളവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്കിന്ന് ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തലമുറ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. തലമുറ എന്ന പദം ഉപയോഗിക്കുന്നത് ശരിയാണോ? അത് ഉച്ചരിക്കേണ്ട വിധം എങ്ങനെയാണ്? തലമുറ എന്ന പദം മലയാളത്തിൽ ഉപയോഗിക്കുന്നത് തികച്ചും ശരിയാണ്. ഭാഷാപരമായും വ്യാകരണപരമായും യാതൊരു തെറ്റുമില്ലാത്ത, നിത്യജീവിതത്തിലും സാഹിത്യത്തിലും നാം ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു പദമാണിത്. ഇതിന്റെ പ്രധാന അർത്ഥങ്ങളും ഉപയോഗങ്ങളും താഴെ പറയുന്നവയാണ്. ജനറേഷൻ തലമുറ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനവിഭാഗത്തെയോ ഒരു കുടുംബത്തിലെ ഒരേ പ്രായത്തിലുള്ള കണ്ണികളെയോ സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, പുതിയ തലമുറ, കഴിഞ്ഞ തലമുറ, തലമുറ കൈമാറി വന്ന അറിവ്. വംശം പപി പാരമ്പര്യം. ഒരു കുടുംബത്തിന്റെയോ വംശത്തിന്റെയോ തുടർച്ചയെ സൂചിപ്പിക്കാനും തലമുറ എന്ന് പറയാറുണ്ട്. ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കുക. പലരും സംസാരിക്കുമ്പോൾ തലമുറകൾക്കപ്പുറം അല്ലെങ്കിൽ തലമുറകളായി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തലമുറ എന്ന വാക്കിന് പകരം തലമുറ കാഴ്ച എന്നോ മറ്റോ തെറ്റായി പ്രയോഗിച്ചാൽ മാത്രമേ അത് വ്യാകരണപരമായി തെറ്റാവുകയുള്ളൂ. സാധാരണ അർത്ഥത്തിൽ തലമുറ എന്ന പദം 100% ശരിയാണ്. ഈ പദം ഏത് വാക്യത്തിലാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കിയാൽ അത് അവിടെ അനുയോജ്യമാണോ എന്ന് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലാണ് ഈ സംശയം തോന്നിയത്? അപ്പോൾ തലമുറ എന്ന പദം ശരിയാണ്, അതൊരു സാഹിത്യമാണ്, ഭാഷയാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നൊരു പദമാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു പദം പെട്ടെന്ന് വന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ പഠിക്കണം. അത് ശരിയാണോ എന്ന് ചോദിക്കാം. അപ്പോൾ ശരിക്കും അത് അറിവുള്ളവരോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ പറഞ്ഞു തരും. നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് അത് ചോദിച്ചത്. കറക്റ്റ് ആൻസർ നമ്മൾ തന്നു കഴിഞ്ഞു. ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ മാറിയല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കുകയും ഇങ്ങനെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരോട് നിങ്ങൾ സഹതപിക്കുക മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. ഇങ്ങനെ പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മുടെ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് വ്യാകരണം എന്നൊക്കെ പക്ഷേ അത് പറഞ്ഞ് മാറ്റിവിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പദം സാഹിത്യമാണത് ഉപയോഗിക്കുന്നത് നല്ലതാണ്, തെറ്റില്ല എന്നാണ്. രണ്ട്, നമ്മൾ ചോദിക്കുന്നത് ഭവനം എന്ന പദം തെറ്റാണോ, അത് ഉപയോഗിക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണ്? ഭവനം എന്ന പദം ഒട്ടും തെറ്റല്ല. അത് തികച്ചും ശരിയായ മനോഹരമായ ഒരു മലയാളം പദമാണ്. സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന ഈ പദത്തിന് വീട്, താമസസ്ഥലം, പാർപ്പിടം എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ഈ പദം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില രീതികളുണ്ട്.
സാധാരണ സംഭാഷണങ്ങളിൽ നമ്മൾ ഈ വാക്ക് അധികം ഉപയോഗിക്കാറില്ല. അതിന്റെ കൃത്യമായ ഉപയോഗ രീതികൾ താഴെ പറയുന്നവയാണ്. 1. ഔദ്യോഗിക അല്ലെങ്കിൽ സാഹിത്യപരമായ ഭാഷയിൽ ഫോർമൽ ആൻഡ് ലിറ്റററി കോണ്ടെക്സ്റ്റ്. സാധാരണയായി കത്തുകളിലോ ക്ഷണക്കത്തുകളിലോ പുസ്തകങ്ങളിലോ പ്രസംഗങ്ങളിലോ ആണ് ഭവനം എന്ന് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണത്തിന്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിൽ പ്രതീക്ഷിക്കുന്നു. 2. ബഹുമാന സൂചകമായി പറയുമ്പോൾ റെസ്പെക്ട്ഫുൾ യൂസേജ്. മറ്റുള്ളവരുടെ വീടിനെ കുറിച്ച് വളരെ ബഹുമാനത്തോടെയോ ആദരവോടെയോ സംസാരിക്കുമ്പോൾ ഈ പദം ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, അദ്ദേഹത്തിന്റെ ഭവനം സന്ദർശിക്കാൻ എനിക്ക് സാധിച്ചു. 3. വീട്ടുപേരുകളിൽ ഹൗസ് നെയിംസ്. കേരളത്തിൽ വീടുകൾക്ക് പേരിടുമ്പോൾ ഈ പദം പരക്കെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, കൃഷ്ണഭവനം, ശാന്തി ഭവനം, ആനന്ദ ഭവനം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ സംസാരിക്കുമ്പോൾ കൊളോക്വിയൽ ലാംഗ്വേജ് ഞാൻ എന്റെ ഭവനത്തിലേക്ക് പോകുന്നു എന്ന് പറയാറില്ല. അവിടെ വീട് എന്ന വാക്കാണ് കൂടുതൽ സ്വാഭാവികം. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. ചുരുക്കത്തിൽ വാക്ക് തികച്ചും ശരിയാണ്, പക്ഷെ അത് ഉപയോഗിക്കുന്നത് സാധാരണ സംഭാഷണങ്ങളെക്കാൾ കൂടുതൽ ഔദ്യോഗികവും ബഹുമാന പുരസ്സരവുമായ സാഹചര്യങ്ങളിലാണെന്ന് മാത്രം. അപ്പോൾ അത് നമ്മൾ രണ്ടും കേട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ രണ്ട് വാക്കുകളെ പറ്റി നമ്മൾ സോഷ്യൽ മീഡിയ കറക്റ്റ് ആൻസർ നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് തെറ്റാണെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല, കാരണം ഇത് റെക്കോർഡാണ്. ലോകത്തിലെവിടെയും ഈ ഇത് ഉച്ചരിക്കപ്പെടും. ഇത് ബൈബിളിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു പദമാണ്. തലമുറകളും ഭവനവും അങ്ങനെ നമ്മൾ ഓരോന്നും ഈ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളൊരു സ്വയം ഒരു അഭിപ്രായം പറയുന്നതിനെക്കാട്ടിലും അറിവുള്ളവർ പറയുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാംസ്കാരിക വാക്കുകൾ അല്ലെങ്കിൽ സംസ്കൃതത്തിലെടുത്ത സാഹിത്യ വാക്കുകൾ അതിൻ്റെയൊക്കെ ഒരു സങ്കലനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ. ഒരിക്കലും തെറ്റല്ല. അത് വ്യാകരണം അല്ലെങ്കിൽ അത് ചില സമയങ്ങളിൽ അത് പറയുമ്പോൾ, ചില സന്ദർഭങ്ങളിൽ അത് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു ആക്ഷേപമായിട്ട് തോന്നും. പറയുമ്പോൾ അത് സൂക്ഷിച്ച് പറയുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. അതിൻ്റെ ആൻസർ തിരുവനന്തപുരം. ഇങ്ങനെ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുകയും ജനത്തെ മറ്റൊരു ആശയത്തിലേക്ക് കൊണ്ടുപോവുകയും മലയാളത്തിൽ ചെയ്യുന്ന ഒരു വാചകത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞത്. ജനത്തെ തെറ്റ് പഠിപ്പിക്കുകയും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ള മറുപടി എന്താണ്? ജനത്തെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഏറ്റവും ശക്തമായ മറുപടി സത്യവും വ്യക്തതയുമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടാൻ ചില പ്രധാന വഴികൾ താഴെ പറയുന്നവയാണ്. 1. വസ്തുതകൾ തുറന്നുകാട്ടുക. ഫാക്ട് ചെക്കിംഗ്. നുണപ്രചാരണങ്ങളുടെ ആയുസ് വളരെ കുറവാണ്. തെറ്റായ വിവരങ്ങൾക്ക് പകരമായി കൃത്യമായ തെളിവുകളും രേഖകളും വസ്തുതകളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ഡിജിറ്റൽ യുഗത്തിൽ വ്യാജവാർത്തകളുടെ സ്രോതസ് കണ്ടെത്തുകയും അത് തുറന്നു കാട്ടുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. 2. ജനങ്ങളെ ബോധവൽക്കരിക്കുക. എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക. കാര്യങ്ങളെ വിമർശനാത്മകമായി കാണാനും കേൾക്കുന്ന കാര്യങ്ങളുടെ സത്യസന്ധത സ്വയം പരിശോധിക്കാനും ജനങ്ങളെ പ്രേരിപ്പിക്കുക. വിദ്യാഭ്യാസവും കൃത്യമായ വിവരങ്ങളുമാണ് ഇതിനുള്ള ഏറ്റവും മികച്ച ആയുധം. 3. പ്രതികരണങ്ങളിൽ നിർഭയത്വവും വ്യക്തതയും പുലർത്തുക. വഴിതെറ്റിക്കുന്നവർ പലപ്പോഴും വൈകാരികമായ കാര്യങ്ങൾ ഉപയോഗിച്ചായിരിക്കും ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. എന്നാൽ അതിനെ നേരിടേണ്ടത് ശാന്തവും എന്നാൽ ദൃഢവുമായ ഭാഷയിലാണ്. യുക്തിഭദ്രമായ വാദങ്ങളിലൂടെ അവരുടെ അജണ്ടകൾ പൊളിച്ചെടുക്കണം. 4. മൗനം പാലിക്കാതിരിക്കുക. തെറ്റായ കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അത് സത്യമാണെന്ന് ജനം കരുതിയേക്കാം. അതുകൊണ്ട് തെറ്റായ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ യഥാസമയം പ്രതികരിക്കാതിരിക്കുന്നത് അവർക്ക് നൽകുന്ന ലൈസൻസായി മാറും. കൃത്യമായ സമയത്ത് തന്നെ തിരുത്തലുകൾ നൽകണം. ചുരുക്കത്തിൽ, നുണകളെ തോൽപ്പിക്കാൻ കൂടുതൽ വലിയ നുണകൾ കൊണ്ടോ ആക്രോശങ്ങൾ കൊണ്ടോ കഴിയില്ല. അതിന് സത്യത്തിന്റെ വജ്രായുധം തന്നെ വേണം. ജനങ്ങൾക്ക് കാര്യങ്ങൾ സ്വയം തിരിച്ചറിയാനുള്ള വിവേകം നൽകുക എന്നതാണ് അവജ്ഞയോടെ തള്ളിക്കളയേണ്ടവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഇതൊരു പഠനം മാത്രമേ ഉള്ളൂ. വ്യക്തികളോടുള്ള വിഷമം കൊണ്ടൊന്നുമല്ല.
ഒരുപക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതൊരു പ്രശ്നം തന്നെയായിരുന്നു. അത് നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ആ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് അങ്ങനെയല്ല ഉപയോഗിക്കുന്നത് പറയുമ്പോൾ പിന്നീട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ കേൾക്കുന്ന ഒരു തെറ്റ്. അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ജനത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുക ദയവായി. എല്ലാവരും ഈ പദങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മുന്തിരിയെ പറ്റിയും മുള്ളിനെ പറ്റിയും യേശുക്രിസ്തുവിനെ ക്രൂശിച്ച മുള്ളിനെ പറ്റിയും യോന തണലിന് വേണ്ടി കയറിയിരുന്ന വൃക്ഷം മുന്തിരിവള്ളിയാണ്, അതിനെപ്പറ്റി യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് ഒരു നാരകത്തിൻ്റെ മുള്ളുകൊണ്ടാണ്, അതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇതിന് പുറകിലുണ്ട്. അതെല്ലാം നമുക്ക് പുറകെ ചിന്തിക്കാം. എല്ലാവർക്കും ക്രിസ്തുവിശുദ്ധ നന്ദി.